ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം വർക്കല പാപനാശത്തെ കുന്ന് ഇടിയുന്നതിൽ ആശങ്കയുണ്ടായിരിക്കുന്നു ജനങ്ങൾക്ക്. ഇന്നലെയും ഇന്നുമായി പാപനാശത്ത് 4 സ്ഥലങ്ങളിൽ കുന്നിടിഞ്ഞു. ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലാണ് കുന്നിടിഞ്ഞിട്ടുള്ളത്. അഖിൽഷ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽഷ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ മഴ ശക്തമായതോടെയാണ് ഈ വർക്കല നിവാസികൾ, പ്രത്യേകിച്ച് ഈ വർക്കല ക്ലിഫ്, പാപനാശം തുടങ്ങിയ പ്രദേശങ്ങൾക്കടുത്ത് താമസിക്കുന്നവരൊക്കെ വലിയ ദുരിതത്തിലായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ കുന്നിടിയുന്നത് വ്യാപകമായിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി 4 ഇടങ്ങളിലാണ് പാപനാശത്ത് കുന്നിടിഞ്ഞത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ജനങ്ങളുടെയും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഈ ക്ലിഫിന് മുകളിൽ, കുന്നുകൾക്ക് മുകളിൽ ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുന്നു തുറന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും കുന്നിടിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയുണ്ടാകാനാണ് സാധ്യത. അങ്ങനെ മഴ കൂടിയാൽ ഇത്തരത്തിൽ കുന്നിടിയുന്നത് വ്യാപകമാകും. കുന്ന് മൊത്തത്തിൽ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പോ അല്ലെങ്കിൽ ഇതിൽ നടപടിയെടുക്കേണ്ടവരോ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു ആരോപണവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികളും.